ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഉച്ചൻ്റെ ശേഷത്തെ ഒരു പരിപാടിയാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ദോശയായിരുന്നു. അപ്പോൾ ദോശ എല്ലാവർക്കും കുറേ ദിവസം കൊണ്ട് പത്തിരി തിന്നുമ്പോൾ ഒരു മടുപ്പ് വരുമല്ലോ. പക്ഷെ ഞാനൊന്നും പത്തിരി കഴിക്കൂല. അപ്പോൾ ഞാൻ സാധാ ചോറ് ത്രാവിസ്കാരം കഴിത്തിൻ്റെ മുന്നായിട്ടോ അല്ലെങ്കിൽ ത്രാവിസ്കാരം കഴിഞ്ഞിട്ടോ സാധാ ചോറ് തിന്നാന്നല്ലാതെ എനിക്ക് ചായൻ്റെ കടിനോടൊന്നും വലിയ താല്പര്യം ആദ്യം ഉള്ള ആളല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ദോശ ആയതുകൊണ്ട് ഞാനും ദോശ കഴിച്ച്. അപ്പോൾ ഇന്ന് ഇതാ ദോശ ഇങ്ങനെ ചട്ടിയിൽ ചുട്ടുകൊണ്ട് എടുക്കുകയാണ്. ഇതിൽ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ കാക്ക ഒരു പ്രാവശ്യം പറഞ്ഞെന്നോടെ ദോശച്ചട്ടിയിൽ മീൻ പൊരിച്ച നല്ല ടേസ്റ്റാണ്. അത് കേട്ടുകൊണ്ട് വന്നാര മക്കളെ ഞാൻ ദോശച്ചട്ടിയിൽ മീൻ പൊരിച്ച് പിന്നെ 2 പ്രാവശ്യം ദോശ ചുട്ടപ്പോഴും എൻ്റെ ഒരു ഇടങ്ങേറെന്ന് പറയാൻ അത് അതിൽ നിന്ന് കിട്ടണ യാതൊരു പരിഭവമില്ല. അത് അവസാനം 3-4 പ്രാവശ്യം ദോശ ചുട്ടിയതിൻ്റെ ശേഷമാണ് പിന്നെ അത് ശരിയായി വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ നേരത്തിന് എന്താ മീനൊക്കെ പൊരിക്കുന്നതാണ്. അപ്പോൾ ഡ്രൈവർക്ക് എങ്ങനെ വെച്ചാൽ ആസാമികളാട്ടോ 3 ആളും, ഒരാൾ മാത്രമേ ഉള്ളൂ മുസ്ലിം. ഞാൻ മുന്നേ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ വെച്ചിട്ടാണ് ഞാൻ വീണ്ടും ആ കാര്യം പറയുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെ വെച്ചാൽ ചോറാണ് അവർ ഉണ്ടാവുക വേണ്ടത് കാരണം. അപ്പോൾ അവർ ചോറ് കൊടുക്കും. അമാതിരി ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കഴിക്കും. ചോറാണ് അവരെ നാട്ടിൽ കഴിക്കൽ. കടി ഉണ്ടാക്കലുണ്ടെങ്കിലും ഞാനൊന്നും കഴിക്കലില്ല, ഞാൻ ചോറ് തന്നെ കഴിക്കുക. പിന്നെ ഞാൻ അങ്ങനെ തന്നെ കെടുക്കലാണ്. അപ്പോൾ എനിക്ക് ചോറ് ഉണ്ടാവുകയാണെങ്കിൽ ആവുകയാണെങ്കിൽ അത് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അതുമാതിരി വലിയ കഷ്ണങ്ങൾ മീനുകൾ അങ്ങനത്തെ ഒന്നും താല്പര്യം. അതേപോലെ ദിവസവും മീനുകളും ഇഷ്ടമില്ല. അവരെത്ര ആയാലും എങ്ങനെ മീനുണ്ടായില്ല. അവരെങ്കിൽ ചില കടൽ മീൻ അവരെ നാട്ടിൽ കിട്ടില്ല എന്ന് പറഞ്ഞു. അവർ നിൽക്കുന്ന നാട്ടിൽ ഞാൻ അവിടെ വേറെ ഭാഗത്ത് കിട്ടുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർ ഇങ്ങനെ വെച്ചാൽ മഴക്കാലം കഴിഞ്ഞ് വെള്ളം വറ്റുന്ന കാലം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചളിയിൽ ഒക്കെ ഉണ്ടാകുന്ന കിണറുകൾ അതേമാതിരി കുളങ്ങളൊക്കെ വറ്റിച്ചാൽ മീനുകളെ കിട്ടുന്നതാണ്. ആ മീൻ അവർ ഉണക്കി വെച്ചാൽ ദിവസം മീൻ കൂട്ടൂല. അത് ഉണക്കി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെയാണ് അത് കൂട്ടുക. അത് ഉപ്പ് തേച്ചിട്ട് ഉണക്കി അയിലുമ്മൽ ഇങ്ങനെ കോർത്തിട്ട് ഉണക്കി വെക്കലാണെന്ന് പറഞ്ഞു. എന്നിട്ട് തന്നെ അവർ ഒരു മീൻ കഷ്ണം 2 കഷ്ണം എടുത്തിട്ട് ആ മീന് പച്ചക്കറി കറി വെക്കണ കൂട്ടത്തിലൂടെ ഇട്ടുകാണ്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ അവൻ്റെ ഭാര്യ ഇവിടെ 2 മാസം നിന്നതുകൊണ്ട് ഞാൻ കണ്ടതാണ്. നമുക്ക് അതിശയം തോന്നും. അതേപോലെ മഞ്ഞളും മാത്രം തേച്ചിട്ട് പൊരിച്ച് കാണ്ട് വെച്ചാൽ 3-4 ദിവസം കേടാവാതിരിക്കും. അപ്പോൾ എനിക്കൊരു സംശയത്തിന് പോലെ അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും എന്നോട് വന്ന് കണ്ടു നോക്കിയെന്ന് പറയും. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ ദിവസം അങ്ങനെ കഴിക്കുന്ന വെച്ചിട്ടാണ് നമ്മളെ ഫ്രിഡ്ജിൽ വെക്കട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചത്. 2 മാസം അവൻ്റെ ഭാര്യ നിന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെ അവന് പറഞ്ഞു തരുന്നതാണ് നമ്മൾ ദിവസമൊന്നും മീൻ കൂട്ടില്ല. 3 കഷ്ണം മീൻ ഉണ്ടായാൽ 2 ദിവസത്തിനുള്ള കറിയിൽ ആ ഒരു ടേസ്റ്റും പച്ചക്കറിയുടെ ടേസ്റ്റും എല്ലാം കൂടി. പച്ചക്കറിയൊക്കെ പറഞ്ഞാൽ വെന്ത് ഭസ്മമായിട്ടുണ്ടാവും. തൊട്ടാൽ തന്നെ അരിഞ്ഞു പോകണം. അപ്പോൾ ജ്യൂസും കറികളൊക്കെ ഉണ്ടാ കൊടുക്കുന്നത്. അതേപോലെ മീൻ കറികൾ എങ്ങനെ വെച്ചാൽ അവർക്ക് തേങ്ങ അരച്ച കറിനോട് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ തേങ്ങ അരക്കാത്ത കറികളാണ് അവർക്ക് താല്പര്യം കേട്ടോ. മുളകിട്ട് പിന്നെ എപ്പോഴെങ്കിലൊക്കെ മീൻ മുളകിട്ടത് അല്ലാതെ നമ്മൾ തേങ്ങ അരച്ചത് കൊടുക്കലുണ്ട് സന്ദർഭത്തിനനുസരിച്ചൊക്കെ. എപ്പോഴും നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ കഴിയൂലല്ലോ. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ ഇത് രാത്രി 2 ഡ്രൈവർമാർക്കുള്ള ഭക്ഷണമാണ്. അപ്പൊ അവർക്കുള്ളതും ഞാൻ നോൻപ് പറഞ്ഞ ഉടനെ തന്നെ കൊടുക്കും. പിന്നെ നമ്മളെ നിസ്കാരം കാര്യത്തിനൊക്കെ പോകുമ്പോൾ അത് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇമ്മാക്കൊരു ചെനിങ്ങ കുരയുണ്ട്. അപ്പോൾ നമ്മൾ ചുക്ക് കാപ്പിയാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഞാൻ കമന്റിലൂടെ പറഞ്ഞാൽ ഞാൻ ഇട്ട് തരുന്നുണ്ട്. പറയണ ഇതൊന്ന് എടുത്തു നോക്കും. ഇപ്പം എല്ലാവർക്കും ആവശ്യം ഉണ്ടാവും ഈ ഒരു സീസണിൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കഞ്ഞി വെക്കുമ്പോൾ ഞാൻ രാവിലെ 2 ആൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുസ്ലിംസ് അല്ല, അതുകൊണ്ട് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കിട്ടൂല. അല്ലാതെ അവർക്ക് ഭക്ഷണം കൊടുക്കണില്ല നമ്മൾ. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് പാവല്ലേ. അപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കലുണ്ട് കേട്ടോ. കഞ്ഞിയാണ് കൊടുക്കുക, അച്ചാറും കഞ്ഞിയും കൊടുക്കും. അല്ലെങ്കിൽ രാത്രികത്തെ എന്തെങ്കിലും കൂട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അതും കൂട്ടിക്കാണ്ട് കൊടുക്കും. അത് എപ്പോഴത്തേനും വെച്ചാൽ സുബീൻ്റെ മുന്നേ തന്നെ ഇവർക്ക് ഭക്ഷണം കൊടുത്ത് അവനവൻ്റെ പാത്രം കഴുകി കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ ഇതാണ് സെറ്റാക്കി എടുത്ത് കൊടുക്കലാണ്. അങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെയാണ് ഓരോ ദിവസങ്ങളും. പിന്നെ എന്നും ഒരേപോലെ തന്നെയല്ല ഉണ്ടാവുക. അവർക്ക് ഇതേമാതിരി കൂട്ടാനുകൾ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെയുണ്ട് താല്പര്യം. കച്ചറ കൂട്ടാനുകളില്ലേ അത്. അപ്പോൾ നമ്മൾ നോമ്പിന് ഇപ്പോൾ എപ്പോഴും നമുക്ക് കച്ചറ കൂട്ടാനൊന്നും ഉണ്ടാക്കലെടുക്കില്ല. അപ്പോൾ ചിക്കന് റെഡിയാക്കിയിട്ടുണ്ട്, മീനുണ്ട്, പിന്നെ വലിയ കഷ്ണം മീനുണ്ട്, ഇല താളിച്ചത്, അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐറ്റം. ഞാൻ പറഞ്ഞ റമദാനാവുമ്പോൾ ഞാൻ എല്ലാവരും ഇഷ്ടത്തിനും ഭക്ഷണം ഉണ്ടാക്കും. റമദാൻ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം എല്ലാവരും കഴിക്കുക എന്നുള്ള ഇതാട്ടോ.
അപ്പോൾ ഇതാ കാക്ക വന്നപ്പോൾ നെല്ലിക്ക കൊണ്ടുവന്നതാണ്. റാണിക്ക് വലിയ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് ചക്കരമാങ്ങയാണ്. ചക്കരമാങ്ങേൻ്റെ വീഡിയോ കുറേ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ചക്കരമാങ്ങ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് 2 ദിവസം ഇരിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ റമദാനിൽ നമുക്ക് ഇങ്ങനെ ഹിന്ദുക്കൾ പണിക്കുണ്ടാവൽ അപൂർവമാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഭയങ്കര സീസൺ ആയതുകൊണ്ട് തന്നെയാണ് ഈ പണിക്കാരുണ്ടായിരുന്നത്. മറ്റേ അലി ഉണ്ടാവലുണ്ട്. ഇപ്പോൾ ഇവൻ്റെ പേര് അലി എന്നാണ് കേട്ടോ. അപ്പോൾ അവനുണ്ടാവലുണ്ട്, മറ്റവരുണ്ടാവില്ല. ഇപ്പോൾ പത്തിരിയൊന്നും അല്ലാത്ത സമയത്ത് അവനക്ക് കുഴപ്പമില്ല. നോമ്പൊക്കെ ആകുമ്പോൾ ശരീരത്തിന് ഒലർച്ച എന്ന് പറയാം. മരുവാൻ കൊടുക്കാനാവും ഏകദേശം. പണി കഴിഞ്ഞ് വരുമ്പോൾ കൊയ്ത്തിൻ്റെ സീസണാണിപ്പോൾ. അപ്പോൾ കൊയ്ത്തിനും ഇതിനൊക്കെ പോകണമുണ്ട്. പിന്നെ ഞാൻ പത്തിരി ചുട്ടിട്ട് ഇങ്ങനെ ഒരു തുണിയിലിട്ടിട്ട് അടച്ച് വെക്കുക ചെയ്യുക. എന്നാൽ പിന്നെ ഉരം വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഇറച്ചിക്കറി ഉണ്ട്, മീൻ കറി വേണ്ടവർക്ക് മീൻ കറി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഇന്നത്തെ ഒരു വിഭവം എന്ന് പറഞ്ഞാൽ. സ്പെഷ്യലായിട്ട് ഒന്നുമില്ല, എങ്കിലും എല്ലാം ഉണ്ട് താനും. അങ്ങനെയാണ്. ഇതേമാതിരി എണ്ണിത്തണ്ടും ചേമ്പും തണ്ട് എല്ലാം കൂടി ഇട്ടിട്ടാണ് ഞാനൊരു കൂട്ടാൻ വെച്ചിട്ടുണ്ട്. കർമ്മത്തി എല്ലാം ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും